ഹലോ കൊക്കോസ്, നമുക്ക് ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആയാലോ. ബെർലിനിൽ ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഇനി വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് നാളായിട്ട് ഞാൻ പോകണം എന്നാലോചിച്ചിരുന്ന സ്ഥലമാണ്, പക്ഷേ നടക്കത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും, സ്നോയും റെയിനും അങ്ങനെ ഒരു വൃത്തികെട്ട ക്ലൈമറ്റായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം സണ്ണി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ മാപ്പൊക്കെ നോക്കി നമ്മളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്ന സ്ഥലത്തല്ലേ, ഞാനതൊക്കെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇതാണ് ബ്രിഡ്സ്റ്റർ ഡാം. നിങ്ങൾക്ക് ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇന്ന് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, സണ്ണി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറിയാമല്ലോ, സ്നോ ആയിരിക്കും, ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല, സ്ലിപ്പാവും. പക്ഷേ ഇന്ന് നൈസ് വൈബുമായിരുന്നു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ നിന്ന് ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് 250 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റാണ്, എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഉണ്ട്, അതും എല്ലാവരും ഫോളോ ചെയ്യണം. എന്തൊക്കെയാണെന്നുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ സ്ഥലത്തെത്തി. അത് വേറെ ഒന്നുമല്ല, നമ്മളെ ബെർലിനിലുള്ള മുരുകൻ ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പോയപ്പം വിചാരിച്ചു നമ്മുടെ സ്ഥിരം അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തുറന്നൊക്കെ ഇട്ടേക്കുന്നില്ലേ, ഇവിടെ പോയപ്പം എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടച്ചിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ അവിടെ എത്തി ഒളിഞ്ഞൊക്കെ നോക്കിയപ്പോഴാണ് അവിടുത്തെ ഒരു മാമൻ പറഞ്ഞു അടച്ചിട്ടൊന്നുമില്ല, കയറിയാൽ മതി, തണുപ്പ് കാരണം അടച്ചിട്ടേക്കുക എന്ന് വെച്ചാൽ നമുക്ക് കയറിപ്പോവാം അകത്തോട്ട് കയറിയപ്പം നമ്മുടെ അമ്പലത്തിലൊക്കെ, നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ മണം, നല്ല ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ മണം. അത് അടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട് മിസ് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഴം തന്നിട്ടുണ്ടായിരുന്നു പ്രസാദമായിട്ട്. ആ പഴം കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അണഞ്ഞു കിടന്നിരുന്ന മറ്റേ നൊക്ലാച്ചിയ ഉണർന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിനടുത്തുള്ള റവയിൽ കയറി നമ്മൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ റവയ്ക്കാണ് ഇത്രയും നല്ലൊരു കഫ്റ്റീരിയ ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ റവയിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ക്യാപ്പച്ചീനോയും ഫിഷ് ഫില്ലറ്റ് ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റവയുടെ വക അവർ ഫ്രീ ആയിട്ട് തരുന്ന ഒരു ചെറിയ വേഫിലാണ്. അവിടെ എന്ത് വാങ്ങിച്ചാലും എന്ന് വെച്ചാൽ ടീ ഓർ കോഫി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരു വേഫിൽ തരും. അതിൻ്റെ കൂടെ തന്നെ അവർ ഒരു ചെറിയ മിൽക്കും കൂടെ തരും. വേണമെന്നുള്ളവർക്ക് അതെടുത്താൽ മതി, അൺലിമിറ്റഡ് ആണ്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കോഫിയിലോ ടീയിലോ ഒക്കെ ഭയങ്കരമായിട്ട് ഷുഗർ ഇടും. അപ്പോൾ എനിക്ക് ഷുഗർ ഒരു 4-5 പാക്കറ്റെങ്കിലും വേണ്ടി വരും. പിന്നെ നമ്മൾ റവ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങാതെ ഇറങ്ങുന്നത് മോശമാണല്ലോ, അവർക്ക് നാണക്കേടല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും എടുക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് ഞാൻ റവ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള റവ. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് അവിടുത്തെ റെഡ് മീറ്റ്സ് ആണിത്. ഇതേ കണ്ട, ആ ആൻറ്റി ഇരുന്ന് നോക്കുന്നുണ്ടായി. ഇതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാവരും എന്നെ ഒരുമാതിരി സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റവയുടെ ബിയർ സെക്ഷൻ. ഇവിടെ ഇതൊരു ചെറിയ പോർഷൻ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അറിയാമല്ലോ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിയർ ഉള്ളത് ജർമ്മനിയിലാണ്. പിന്നെ കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നാണല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ബിയർ എടുത്തില്ല, ഞാൻ കുടിക്കാറുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ച്യൂസ്.